ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫ്ലാസ്കിൻ്റെ ഒരു ചെറിയൊരു കോഡിങ് പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു URL ഷോർട്ട് ആക്കണം. ഓക്കെ, സോ നമുക്ക് വലിയ ഒരു URL കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കാം എന്നാണ് നമ്മളിവിടെ അകത്ത് നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആമസോണിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ബ്രൗസറിലെ URL ആയിരിക്കും എടുക്കുന്നത്. സോ ഈ URL എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ലെങ്തിയാണ്. പക്ഷെ നമുക്ക് ഷോർട്ടുള്ള URL എങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ടൈനി URL ആയിരിക്കും കിട്ടണം. സോ ഈ വലിയ URLനെ എങ്ങനെ നമുക്ക് ഷോർട്ട് URL നമുക്ക് ഈ ഫ്ലാസ്ക് വഴി എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ഇതിലായിട്ടാണ് വരുന്നത്. നമുക്ക് നേരെ കണ്ടോ, ഇതൊരു ഒറിജിനൽ URL ആയിരിക്കും വരുന്നത്. നമ്മൾ ഷോർട്ട് URL വെച്ച് റീഡയറക്റ്റ് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് ഒറിജിനൽ URL ആയിരിക്കും വരുന്നത്. സോ ഈ ഷോർട്ട് URL എങ്ങനെ നമുക്ക് ഫ്ലാസ്ക് വഴി ചെയ്യാൻ പറ്റും? ഓക്കെ, സോ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്കൊരു ഫോൾഡർ സ്ട്രക്ചർ നോക്കിക്കോളാം. ഇതിനകത്ത് ഞാൻ സ്റ്റാറ്റിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടെംപ്ലേറ്റ്സ്, ആ ടെംപ്ലേറ്റ്സിനകത്തൊരു home.html ഫയലുണ്ട്. ഓക്കെ, ഈ HTML ഫയൽ വെച്ചിട്ട് നമുക്കൊരു വലിയൊരു URL ടൈപ്പ് ചെയ്യണം. ആ URL വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് URL വെച്ച് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട്, അതായത് യൂസറിൻ്റെ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നമുക്ക് പൈത്തൺ ഫയലിനകത്തോട്ട് നമുക്ക് കുറച്ച് കോഡിങ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് ഫ്ലാസ്ക്. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് റെൻഡർ ടെംപ്ലേറ്റ് വേണം. കാരണം നമ്മൾ HTML ഉണ്ട്. സോ അതിനെ റെൻഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് വേണം, റെൻഡർ ടെംപ്ലേറ്റ്. പിന്നെ നമുക്ക് റിക്വസ്റ്റ് വേണം. അതായത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ HTTP റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഉള്ളത് റീഡയറക്റ്റ് ഉണ്ട്. സോ റീഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു APIയിലേക്ക് നമ്മൾ API കോൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് HTML റീഡയറക്റ്റ് ചെയ്യാൻ ഉള്ളൊരു മെത്തേഡ് നമുക്കിവിടെ വേണം. ഓക്കെ, പിന്നെ നമുക്ക് URL4 എന്ന് പറഞ്ഞൊരു സാധനം വേണം. സോ ഇത്രയും മെത്തേഡ്സ് നമ്മൾ ഇതിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റാൻഡം എന്നൊരു സാധനം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. പൈത്തണിൻ്റെ ലൈബ്രറിയാണ് റാൻഡം ആയിട്ട്, കാരണം നമുക്ക് റാൻഡം വാല്യൂസ് കിട്ടാനായിട്ട്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സ്ട്രിങ് ഇമ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി അടുത്ത നമുക്ക് ഫ്ലാസ്കിൻ്റെ എപ്പോഴും നമ്മൾ കോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫ്ലാസ്കിനകത്ത് ഒരു വേരിയബിളിനകത്തോട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പം നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് ആപ്പാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഫ്ലാസ്ക് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്ന ഡണ്ടർ നെയിമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷോർട്ട് ID ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഷോർട്ട് ID ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഇവിടെ ഫംഗ്ഷൻ എഴുതും. ഓക്കെ, നമ്മൾ ഡെഫ് ജനറേറ്റ് ഷോർട്ട് ID എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഷോർട്ട് IDയിൽ നമുക്ക് അതിനകത്ത് നമുക്കൊരു ഡീഫോൾട്ട് വാല്യൂ കൊടുക്കാം. അതായത് ഇവിടെ ലെങ്ത് = 5 അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഷോർട്ട് ID നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഇപ്പം നേരത്തെ കണ്ട നമ്മളൊരു ടൈനി URL കണ്ടില്ല, അതേപോലത്തെ ഒരു ഷോർട്ട് ID നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു വേരിയബിൾ കൊടുക്കും, ക്യാരക്ടേഴ്സ് = സ്ട്രിങ് ഡോട്ട് നമുക്ക് ASCII ലെറ്റേഴ്സ് വേണം. ഓക്കെ, ASCII ലെറ്റേഴ്സും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡിജിറ്റ്സും വേണം. സ്ട്രിങ് ഡോട്ട് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ നമുക്ക് ഈ ഷോർട്ട് ID ഇത്രയും സാധനം ക്രിയേറ്റ് ചെയ്ത് നമുക്കിതിനെ റിട്ടേൺ ചെയ്യണം, ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മളിവിടെ സിംഗിൾ കോട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഡോട്ട് ജോയിന്. ഓക്കെ, ജോയിനിനകത്ത് നമ്മളിവിടെ റാൻഡം ഡോട്ട് ചോയ്സ്
അതിനകത്ത് നമ്മൾ ക്യാരക്ടേഴ്സ് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോറിനകത്തോട്ട് ഇടും, ഫോർ ലൂപ്പിനകത്ത് $4_in. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ലെങ്ത്. ഓക്കെ, ലെങ്ത് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതിന് നമ്മളിവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കും. ഇങ്ങനെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഷോർട്ട് ഐ ഡി ജനറേറ്റ് ചെയ്ത് ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. സോ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, റൂട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതണം. അതിൽ നമ്മൾ ഡെഫ് ഹോം എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മേലിൽ നമ്മൾ ആപ്പ് ഡോട്ട് റൂട്ട്. ഓക്കെ, ആപ്പ് ഡോട്ട് റൂട്ടിനകത്ത് നമ്മൾ ഇനിഷ്യൽ എം ടി പാത്ത് ആയിട്ടാണ് കൊടുക്കുന്നത്. സ്ലാഷ് മാത്രം നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മെത്തേഡ്സ് ഈക്വൽ ടു നമ്മളിവിടെ രണ്ട് നമുക്ക് മെത്തേഡായിട്ട് കൊടുക്കാം. ഗെറ്റ് കൊടുക്കാം, സെറ്റും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽ ടു പോസ്റ്റ്. ഓക്കെ, ഡബിൾ ഈക്വൽ ടു പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഒരു ഒറിജിനൽ URL നമ്മൾ ആദ്യം എടുക്കും. ഓക്കെ, ഒറിജിനൽ URL, അതായത് നമ്മുടെ ഡൊമൈൻ നെയിം. ഓക്കെ, അതിൽ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ഫോം അത് നമ്മൾ ഒറിജിനൽ URL എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഒറിജിനൽ ഫോമിനകത്ത് നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, സോറി, സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഒരു ഷോർട്ട് ഐ ഡി എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് നമ്മൾ ആദ്യം എഴുതിയ ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷനെ നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ജനറേറ്റ് ഷോർട്ട് ഐ ഡി. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു URL മാപ്പ് ചെയ്യണം. അതായത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത URL, ഷോർട്ട് URL നമുക്ക് അതിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ മാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ URL മാപ്പിൽ നമ്മളിവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. URL മാപ്പ് ഇസിക്കൽ ടു empty ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതിനകത്ത് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു ഷോർട്ട് ഐ ഡി എന്ന് പറഞ്ഞ കീ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഷോർട്ട് ഐ ഡി ഇസിക്കൽ ടു നമ്മുടെ ഒറിജിനൽ URL തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ഷോർട്ട് ഐ ഡി എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിനൽ URL ആയിരിക്കും വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റ് ആണ്. റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് home.html. ഓക്കെ, home.html-നകത്ത് നമുക്കിവിടെ ഷോർട്ട് URL, ഇത് ഞാൻ പറയാം എപ്പോഴാണ് ഈ ഷോർട്ട് URL-ൻ്റെ സാധനം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അതിനകത്ത് നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് URL. ഓക്കെ, പോസ്റ്റ് URL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ ആണ് നമ്മുടെ ഹോസ്റ്റ് URL, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഷോർട്ട് ഐ ഡിയും കൂടെ സെറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഷോർട്ട് URL-ൻ്റെ വാല്യൂ. അതായത് ഹോസ്റ്റ് URL എന്ന് പറയുന്ന ഡൊമൈൻ നെയിം പ്ലസ് നമ്മുടെ ഷോർട്ട് ഐ ഡി, അതായത് URL ഷോർട്ട് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇത് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റ്, അതിനകത്ത് home.html. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആപ്പ് റൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോമിൻ്റെ റൂട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഷോർട്ട് URL ബ്രൗസറിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നേരെ ഒറിജിനൽ URL-ലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേറെ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ആറ്റ് കൊടുക്കണം.
ഓക്കെ, @app.root. അതിനകത്ത് നമ്മളൊരു ഡൈനാമിക് വാല്യൂ ആണ് കൊടുക്കുന്നത്, short_id. ഓക്കെ, അതിനകത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാം, def redirect to URL, അങ്ങനെ വേറെ പേരും കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൊടുത്തത്. അതിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ID ആണ്. ഓക്കെ, ഷോർട്ട് ID. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒറിജിനൽ URL എടുക്കാം. ഒറിജിനൽ URL ഈസ് ഈക്വൽ ടു URL മാപ്പ്. ഓക്കെ, URL മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ID. ഓക്കെ, ഷോർട്ട് ID എന്ന് പറയുന്നത് നമ്മുടെ URL മാപ്പ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഷോർട്ട് IDയുടെ കീ ആണ്. ആ കീയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒറിജിനൽ URLന്റെ വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഒറിജിനൽ URL ആണെങ്കിൽ, അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ റീഡയറക്റ്റ് ഒറിജിനൽ URL. ഓക്കെ, ഒറിജിനൽ URL നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ. അല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ URL കിട്ടിയില്ലെങ്കിൽ URL നോട്ട് ഫൗണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ 404 എന്ന് പറഞ്ഞാൽ കൊടുക്കും. ഓക്കെ, സോ നമ്മൾ റീഡയറക്റ്റ് ടു URL എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൂട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിനെ റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ render name render ഡബിൾ ഈക്വൽ ടു render main render. ഓക്കെ, ആണെങ്കിൽ app.run debug ഈക്വൽ ടു. ഓക്കെ, സോ ഇത്രയും കോഡ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എറർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിന് മുമ്പ് നമുക്ക് HTML ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ HTML സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ home.html ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്താണ് home.html ഇരിക്കുന്നത്. എംഎറ്റ് അബ്രിവേഷൻ കൊടുത്താൽ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു HTMLൻ്റെ ഒരു സിൻടാക്സ് നമുക്കിവിടെ വരും. അതിനകത്ത് ഞാൻ എന്താ ടൈറ്റിൽ എന്ന് പറയുന്നത് URL ഓപ്പണർ ഇടാം. ഓക്കെ, അതിട്ടു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഫോം വേണം. ആക്ഷൻ എന്ന് പറയുന്നത്, ആക്ഷനകത്ത് നമുക്ക് ഒന്നുമില്ല. പകരം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ലേബൽ വരും. ലേബൽ പ്ലസ് ഇൻപുട്ട് പ്ലസ് ബട്ടൺ. ഓക്കെ, ഈ 3 എലമെന്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് ലേബൽ 4 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ URL. ഓക്കെ, ഒറിജിനൽ URL നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത്, അവിടെ ഈ ഒറിജിനൽ URL ഉണ്ടല്ലോ, അതായിരിക്കണം നമുക്ക് കിട്ടുക. അതോടെ request.formനകത്ത് നമ്മൾ ഈ ഫോറിനകത്ത് ഈ ഒരു സെയിം നെയിം തന്നെ ആയിരിക്കണം അവിടെ കിട്ടാനായിട്ട്. ഓക്കെ, ഇവിടെ ഒറിജിനൽ URL നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മളിവിടെ എൻ്റർ URL. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇൻപുട്ട് നോക്കാം. ഇൻപുട്ട് നമ്മളിവിടെ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മൾ നെയിമും കൊടുക്കാം, ഒറിജിനൽ URL. ഓക്കെ, അതാണ് നമ്മുടെ ഇൻപുട്ട് ടെക്സ്റ്റ്. ഇതിൽ നമുക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. റീഡ് ഓൺലി ഇല്ല, റിക്വയർഡ്. ഓക്കെ, അതൊന്ന്. പിന്നെ നമുക്ക് വരുന്ന ബട്ടൺ ആണ്. ബട്ടണിൽ നമ്മുടെ ഇവിടെ ടൈപ്പ് സബ്മിറ്റ് ആണ്. ഓക്കെ, സബ്മിറ്റ്. അതിനകത്ത് നമുക്ക് മേക്ക് ഇറ്റ് ഷോർട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ കാണിക്കണം. ഓക്കെ, സോ കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യാം. അതിനകത്ത് ഷോർട്ടൺഡ് URL എന്ന് പറയുന്നത് നമ്മൾ A ടാഗ് യൂസ് ചെയ്യാം. അതിനകത്ത് നമ്മൾ href എന്ന് പറയുന്നത് നമ്മളിവിടെ
ഷോർട്ട് URL ആയിരിക്കും. ഓക്കെ, ഷോർട്ട് URLനകത്ത് സെയിം സാധനം തന്നെ നമ്മളിവിടെ ടാഗിനകത്ത് നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ടാബിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എഴുതണം. ഇവിടെ നമുക്കൊരു സിൻടാക്സ് ഉണ്ട്, ജിഞ്ച ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന പോലെ. നമ്മളിവിടെ പെർസെൻറ്റേജിനകത്ത് നമ്മൾ ഇഫ് ഷോർട്ട് URL, ഓക്കെ, ഷോർട്ട് URL ഉണ്ടെങ്കിൽ മാത്രം ഈ പാരഗ്രാഫ് ടാഗ് കാണിക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഇന്ത്യ എൻഡ് ഇഫ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യും. സോ റൺ ചെയ്യാനായിട്ട് പൈത്തൺ ഷോർട്ട് URL .py. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഇഷ്യൂ? ടെംപ്ലേറ്റ് നോട്ട് ഫൗണ്ട് home.html. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു ഫ്ലാസ്കിനകത്ത് നമ്മൾ സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മൾ ടെംപ്ലേറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞു കൊടുക്കണം, static/templates. കാരണം നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ അങ്ങനെയാണ്. ഓക്കെ, static/templates-നകത്താണ് വെക്കേണ്ടത്. ഇത് ആക്ച്വലി ഓപ്ഷണൽ ആണ്, പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ HTML ഫയൽ വേറെ ഇതിലാണ് കിടക്കുന്നെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോമിനകത്ത് എൻഡിഫ്, അതും ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, അതും ഇടയ്ക്ക് സ്പേസ് ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ കുറച്ചു. ഓക്കെ, പിന്നെ വേറൊരു കറക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ മെത്തേഡ്സിനകത്ത് ഗെറ്റ് ഇവിടെ സെറ്റ് ആണ് വെച്ചിരിക്കുന്നത്, നമ്മളത് സെറ്റ് മാറ്റി ഇവിടെ പോസ്റ്റ് ആണ് ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഇവിടെ നമുക്ക് എൻ്റർ URL ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ വാലിഡേഷൻ ഉണ്ട്, റിക്വയർഡ് ഫീൽഡ് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇതിനെ പിടിച്ച് കോപ്പി ചെയ്യാം. ഓക്കെ, ആമസോണിൻ്റെ ഒരു URL ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ മേക്ക് ഇറ്റ് ഷോർട്ട് കൊടുക്കുമ്പോൾ അത് ഈ റൂട്ടിൽ വിളിച്ചു. ഈ റൂട്ടിൽ വിളിച്ചപ്പോൾ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ഇതിനകത്താണ് കയറിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഷോർട്ട് URL ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോർട്ട് URL. ഈ ആദ്യത്തെ ഹോസ്റ്റ് URL ആണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, ഈ ഒരു ഹോസ്റ്റ് URL ആണ് നമ്മുടെ ഡൊമൈൻ. പിന്നെ ബാക്കി ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടോ, ഈ ക്യാരക്ടേഴ്സ് നമ്മൾ ഇവിടെ ഫംഗ്ഷനിൽ ജനറേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതിനാണ് നമ്മളിവിടെ ആഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഷോർട്ട് URL, ഹോസ്റ്റ് URL പ്ലസ് ഷോർട്ട് ID. ഈ ഷോർട്ട് URL ആയിരിക്കും നമ്മുടെ ടെംപ്ലേറ്റിനകത്തോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആമസോൺ ലിങ്കിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ ഈ ഷോർട്ട് URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഒറിജിനൽ URL വെച്ചിട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ URL ഷോർട്ട് ആക്കുന്ന വളരെ സിമ്പിൾ കോഡാണ്. നമുക്ക് ഫ്ലാസ്ക് വഴി ഇതിനകത്ത് ചെയ്യാം. ജാങ്കോയിലും നമുക്കത് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ജാങ്കോയിലോ ഫ്ലാസ്കിലോ ഏതായാലും ഇത് സെയിം തന്നെ ആയിരിക്കും. കുറച്ച് വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ ഫ്ലാസ്കിൻ്റെ ലൈബ്രറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടാം. ഓക്കെ, ബൈ.